പ്രമേഹമുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങളുടെ മൂന്നാമത്തെ വീഡിയോയാണിത്. അപ്പോൾ വ്യായാമം എക്സർസൈസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നിർബന്ധമായിട്ടും സ്ട്രെച്ചിങ്ങും വാമപ്പും ചെയ്തിരിക്കണം. അപ്പോൾ നമ്മുടെ കഴുത്തൊക്കെ എങ്ങനെ സ്ട്രെച്ച് ചെയ്യണം എന്നുള്ള വീഡിയോയാണ് നമ്മൾ ആദ്യം ചെയ്തത്. അതിനുശേഷം കാലുകൾ എങ്ങനെ സ്ട്രെച്ച് ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് ചെയ്തത്, രണ്ടാമത്തെ വീഡിയോ. ഈ വീഡിയോയിൽ വാമപ്പ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന്, നല്ല സ്പീഡിൽ നടക്കാം, അതല്ലെങ്കിൽ സൈക്ലിങ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും ചെയ്യുമ്പോൾ, നടക്കുന്ന സമയത്താണെങ്കിലും സൈക്ലിങ് ചെയ്യുമ്പോഴാണെങ്കിലും അതിൻ്റെ സ്പീഡ് അത് എത്ര സമയം ചെയ്യണം, ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ഹാർട്ട് റേറ്റ് വെച്ചിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് 220 എന്ന് പറയുന്ന ഇതിൽ നിന്നും നിങ്ങളുടെ ഏജ് കുറയ്ക്കണം. ഇപ്പോൾ 40 വയസ്സുള്ള ഒരാളാണെങ്കിൽ 220 മൈനസ് 40 180 എന്ന് കിട്ടും. 180ൻ്റെ 50 തൊട്ട് 70%, അതായത് 90 തൊട്ട് 126 പ്രാവശ്യം നിങ്ങളുടെ ഹൃദയം ഒരു മിനിറ്റിൽ ബീറ്റ് ചെയ്യണം, അടിക്കണം, നടക്കുന്ന സമയത്ത് അല്ലെ സൈക്ലിങ് ചെയ്യുന്ന സമയത്ത്. ഇതാണ് ഇതിൻ്റെ കണക്ക്. പക്ഷേ ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ വാച്ച് വേണം, ഹെൽത്ത് ബാൻഡ്. അപ്പോൾ അതില്ലെങ്കിൽ എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നിങ്ങളുടെ കൂടെ ഒരാൾ നടക്കുവാണെങ്കിൽ നിങ്ങളുടെ ഒരു സംസാരിക്കുകയാണെന്ന് വെച്ചോ അയാളുമായിട്ട്, അപ്പോൾ ഒരു വാചകം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, അതിന് മുമ്പ് ശ്വാസം എടുക്കാൻ തോന്നും, കതപ്പ് തോന്നും. ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണം നടക്കുന്ന സമയത്ത്, സൈക്ലിങ് ചെയ്യുന്ന സമയത്ത്. പക്ഷേ ഇന്ന് നടന്നു തുടങ്ങുന്ന ഒരാൾ ഇന്നേ ഈ സ്പീഡിലേക്ക് എത്തരുത്, മെല്ലെ മെല്ലെ സ്പീഡ് കൂട്ടിക്കൊണ്ടുവരിക. ഒരു 20 മിനിറ്റ് തൊട്ട് 30 മിനിറ്റ് വരെ ഈ രീതിയിൽ വാമപ്പ് ചെയ്യുക, നടക്കുക അല്ലെ സൈക്ലിങ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ശരീരമൊക്കെ ഒന്ന് ചെറുതായിട്ട് ചൂടായി വരും, സർക്കുലേഷനൊക്കെ ഇമ്പ്രൂവ് ആകും. അതിനുശേഷം വേണം പ്രമേഹത്തിന് വേണ്ടിയുള്ള വെയിറ്റ് ട്രെയിനിങ് അല്ലെ റെസിസ്റ്റൻസ് ട്രെയിനിങ് പോലുള്ള എക്സർസൈസുകളിലേക്ക് പോകാനായിട്ട്. ഏറ്റവും ബെറ്റർ സൈക്ലിങ് പോലുള്ള എക്സർസൈസുകളായിരിക്കും വാമപ്പിന്. കാരണം നടക്കുന്ന സമയത്ത് പല ആളുകൾക്ക് മുട്ടിന് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഡയബറ്റിക്കിൻ്റെ കാലിന് പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ തട്ടി പൊട്ടാനൊക്കെയുള്ള സാധ്യതയുണ്ട്. സൈക്ലിംഗ് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം വെയിറ്റ് ട്രെയിനിങ്ങിലേക്ക് പോവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കാവുന്നതാണ്.